ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ എന്നിവരിൽ നിന്ന് 26 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും 24 ലക്ഷം പേർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും. 5 ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള ഭൗതിക സാഹചര്യ പരിശോധനയിൽ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയിപ്പ് ഉണ്ടാകും. ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം ധനസഹായം എന്ന നിലയിൽ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും. 25 ലക്ഷം പേർക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുക. അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് സർക്കാർ. ഫെബ്രുവരി നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം ഉണ്ടായിരുന്നു. നാളുകളായിട്ട് കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. 2000 രൂപ വീതം 3 ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത്. ഇത് 8000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വർഷത്തിൽ 4 തവണ 2000 രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇത് ഒരിക്കലും തിരിച്ചടക്കേണ്ടതില്ല. 25 ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് KYCയും ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി. എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ 2000 രൂപ വീതം എത്തിച്ചേരും. 19ാം ഗഡുവാണ് ഇനി ലഭിക്കാനുള്ളത്. ഫെബ്രുവരി മാസത്തെ അവസാനത്തോടെ എല്ലാവർക്കും തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കർഷകർ ID കാർഡ് വേണം. അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ, യന്ത്രസാമഗ്രികൾക്കുള്ള സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്, അതുപോലെ വിളനാശം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി, കൂടാതെ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾക്കും കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ID എന്നുള്ള ID കാർഡ് തയ്യാറാക്കണം. ഇത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ ചെയ്തു നൽകുന്നതാണ്. എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.